കൂട്ടുകാരെ എല്ലാവർക്കും പച്ചമീൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഷോർട്സ് വീഡിയോ ചെയ്യുന്നുണ്ട്, ലൈവ് സ്ക്രീൻ കാസ്റ്റാണ് ചെയ്യുന്നത്. ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ലോങ് വീഡിയോ ഇടാന്ന് വെച്ചു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സബ്ജക്റ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വിശേഷങ്ങൾ പറയാം, പങ്കുവയ്ക്കാം എന്ന് കരുതി. ലൈവ് ചെയ്യാത്തത് ഇപ്പോൾ ഈ ഒരു മാസം നോമ്പായതുകൊണ്ട് മാത്രമാണ് ലൈവ് ചെയ്യാത്തത്, ഫേസ് ലൈവ് ചെയ്യാത്തത്. സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇടുന്നുണ്ട്, അത് മിക്ക ദിവസവും സ്ക്രീൻ കാസ്റ്റ് ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, സ്ക്രീൻ കാസ്റ്റിൽ വന്നിട്ട് ലൈവിൽ വന്നിട്ട് എന്താ സൈലൻ്റ് ആണോ, എന്താ ആളില്ലേ, ഇവിടെ ആരും കാണുന്നില്ല എന്നൊക്കെ കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ്, നോമ്പായതുകൊണ്ടാണ് ലൈവ് ഫേസ് ലൈവ് ചെയ്യാത്തത് കേട്ടോ. പിന്നെ നോമ്പിൽ ഇപ്പോൾ ലൈവ് ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. എന്താ സംബന്ധിച്ചാൽ എല്ലാവരും തിരക്കുള്ളവരല്ലേ, നോമ്പൊക്കെ ആയിട്ട് എല്ലാവരും വീടുകളിൽ ജോലിയും കാര്യങ്ങളും തിരക്കുള്ളവരും ഒക്കെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ സാധാരണ എല്ലാവരും പറയും, നോമ്പിനെ കുറിച്ച് അറിയാത്തവർ പറയും, നോമ്പല്ലേ പിന്നെ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് പണി കുറവാണ്, ചോറൊന്നും വെക്കണ്ടല്ലോ എന്ന് പറയും. ചോറ് മാത്രം വെക്കണ്ടെന്നുള്ളൂ അല്ലെങ്കിൽ നോമ്പിന് ഉച്ചക്കലത്തെ ഭക്ഷണം മാത്രം. സാധാരണ ഒരു വീട്ടിൽ നോമ്പിന് മറ്റുള്ള മാസങ്ങളെക്കാൾ അപേക്ഷിച്ച് നോമ്പിന് പണി കൂടുതലാണ് സ്ത്രീകൾക്ക്. അത് വീട്ടിലുള്ള സ്ത്രീകൾക്ക് അറിയാം അതെന്താണെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഒരു ഉച്ചക്കുള്ള ചോറും കറിയും മതി, പക്ഷെ നോമ്പിന് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കണം. ഇതൊക്കെ അത് മാത്രമല്ല, ടൈമും പ്രധാനമാണ്. സാധാരണ മാസങ്ങളിൽ തന്നെ ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വൈകിയാലും കുഴപ്പമില്ല. പക്ഷെ നോമ്പിന് എന്ന് പറയുമ്പോൾ അത് വൈകുന്നേരം കൃത്യമായിട്ട് വാങ്ങി കൊടുക്കുന്ന സമയത്തിന് മുമ്പായിട്ട് തന്നെ എല്ലാതും ആവണം. അപ്പോൾ അതിൻ്റെ ഒരു തിക്കും തിരക്കും വേളും ആ ഒരു തിരക്ക് പിടിച്ച പണികളും ഒക്കെയാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അത് ലൈവിൽ പലർക്കും വരാനുള്ള ബുദ്ധിമുട്ടും അതൊക്കെയാണ് കഴിഞ്ഞാൽ ഞാൻ ലൈവ് വേണ്ടാന്ന് വെച്ചത്, ഒരു മാസം ലൈവ് വേണ്ടാന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഫേസ് ലൈവ് തുടങ്ങും. അതുവരെ ഒരു മാസം മാത്രം ലൈവ് ഈ സ്ക്രീൻ കാസ്റ്റ് ലൈവായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ കാസ്റ്റ് ലൈവ് കാണുമ്പോൾ അതിലെല്ലാവരും വന്നിട്ട് ഒരു 3 മിനിറ്റിൽ വാച്ചിങ്ങിൽ നിൽക്കണേ. വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ലൈക്ക് അടിച്ച് അപ്പം തന്നെ അവിടെ ഇരുന്ന് ഒരു 3 മിനിറ്റിലും ആ ലൈവ് ഒന്ന് നോക്കി നിന്നിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് വാച്ചിങ് കയറുള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും കൂടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ എന്താണ് നിങ്ങളുടെ അടുത്ത വിശേഷങ്ങളൊക്കെ? നമ്മളവിടെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് എന്നും മഴ പെയ്യുന്നുണ്ട്. മിക്കവാറും രാത്രി അല്ലെങ്കിൽ പുലർച്ചയൊക്കെ ആയിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്, ഇടിമിന്നലൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലയിടത്തൊക്കെ ഇപ്പോഴും തീരെ മഴ ഇല്ല എന്ന് പറയുന്നുണ്ട്, ചൂട് കൂടുതലുള്ള ഭാഗങ്ങളുണ്ട്. ഇവിടെ നല്ല ചൂടായിരുന്നു കേട്ടോ. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ നല്ല ചൂടായിരുന്നു. ഇപ്പോൾ ഈ മഴ തുടങ്ങിയതിന് ശേഷം കുറച്ച് കുറവുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ നോമ്പ് കഴിയുന്നവരെ ഈ സാധാ ലൈവ് ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതുവരെ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ആണ് ഇടുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെല്ലാവരും സഹകരണം വേണം, സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും ആ സ്ക്രീൻ കാസ്റ്റ് ലൈവ് കാണുമ്പോൾ അതിൽ വന്നിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു 3 മിനിറ്റിലും അതിൽ വാച്ചിങ്ങിൽ നിൽക്കുക. ഓക്കെ, അപ്പോൾ എങ്കിൽ നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. വന്ന വഴിക്ക് ലൈക്ക് അടിച്ചിട്ട് പോകരുത്. ഞാനും അങ്ങനെ തന്നെ കേട്ടോ. എല്ലാവരും സ്ക്രീൻ കാസ്റ്റിൽ പോയാലും ലൈവിൽ പോയാലും ഞാൻ 2-3 മിനിറ്റിലും മിനിമം 3 മിനിറ്റിലൂടെ ലൈവിൽ നിന്നിട്ട് പോവുള്ളൂ. എന്തെങ്കിലും നമ്മൾ ആ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വേറെ എന്താ, അപ്പോൾ എല്ലാവരും നല്ല എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് ലൈവല്ല, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. ഓക്കെ, ബൈ.